എടാ മക്കളെ, ഈ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ഷീറ്റ് വൃത്തിക്ക് എഴുതുക എന്നുള്ളതാണ്. ടീച്ചേഴ്സ് പലപ്പോഴും സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഫ്രണ്ട് ഷീറ്റ് എഴുതേണ്ടത്, അവിടെ മിസ്റ്റേക്ക് സംഭവിച്ചാൽ എന്തെല്ലാം കോൺസിക്വൻസ് ഉണ്ടോ. ബേസിക്കലി ചിലപ്പോൾ നിങ്ങളെ രജിസ്റ്റർ നമ്പർ അങ്ങനെ തെറ്റിയാൽ, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അങ്ങനെ തെറ്റി ചിലപ്പോൾ എക്സാമിന് നിങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത് വൃത്തിക്ക് നിങ്ങൾ ചെയ്യണം. ആദ്യ സ്റ്റെപ്പാണ് പബ്ലിക് എക്സാം എഴുതുമ്പോഴും മോഡൽ എക്സാം എഴുതുമ്പോഴും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈ ഫ്രണ്ട് ഷീറ്റ് വൃത്തിക്ക് എഴുതാം. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമുക്ക് എങ്ങനെയാണ് അത് ഫ്രണ്ട് ഷീറ്റ് ഫില്ല് ചെയ്യാന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നിർബന്ധമായി നിങ്ങളുടെ ഫ്രണ്ട്സിന് നിർബന്ധമായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് ഇത്തരം കാര്യം നിഹാൽസൻ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആദ്യമായിട്ട് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. ഇതാണ് നിങ്ങളുടെ ഫ്രണ്ട് ഷീറ്റ് ഉണ്ടാവും. ഫ്രണ്ട് ഷീറ്റിൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത്, ഇവിടെ നിങ്ങൾ പേര് കണ്ടല്ലോ, നെയിം ഓഫ് എക്സാമിനേഷൻ, പരീക്ഷയുടെ പേരെന്താ. അപ്പോൾ അത് മോഡൽ എക്സാം ആണെങ്കിൽ ഇവിടെ എന്ത് കാണും നിങ്ങൾക്ക്, SLC മോഡൽ എക്സാം 2026. അപ്പോൾ അതന്നെ നിങ്ങൾ ശരിക്കും ഇവിടെ എഴുതി കൊടുക്കണം കേട്ടോ. എന്താ എഴുതി കൊടുക്കുന്നത്, SLC എന്താണ് മോഡൽ എക്സാം. അപ്പോൾ പബ്ലിക് ആണെങ്കിൽ ഇവിടെ പബ്ലിക് എഴുതണം, മോഡലാണെങ്കിൽ മോഡൽ എഴുതണം. ഓക്കെ, ഇപ്പോൾ മോഡലാണെങ്കിൽ നമ്മൾ മോഡൽ എക്സാം 2026. ഇനി പബ്ലിക് ആണെങ്കിൽ ഇവിടെ എന്താ എഴുതേണ്ടത്, പബ്ലിക് എക്സാം ആണ്. ഇനി സബ്ജക്റ്റ് ഏതാ, ഇവിടെ തന്നെ കാണാമല്ലോ ഏതാ സബ്ജക്റ്റ്, മാത്തമാറ്റിക്സ് ആണ്, ഒരു സംശയമില്ല, മാത്തമാറ്റിക്സ് അല്ലേ, മാത്തമാറ്റിക്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, മലയാളം മീഡിയക്കാരാണെങ്കിൽ ഗണിതം എന്ന് എഴുതാം അല്ലേ. പിന്നെ രണ്ടാമതാ പേപ്പർ എന്താ, അതിൻ്റെ ആവശ്യമില്ലല്ലോ, പേപ്പറിന് സാധനം. അടുത്ത് ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. അപ്പോൾ എന്നാ ഡേറ്റ് അപ്പോൾ ഫോർ എക്സാമ്പിൾ 8/2/2026 റെഡി. ഇനി ഇവിടെ നിങ്ങൾക്കുള്ള അതൊക്കെ ടീച്ചേഴ്സിനുള്ള ഒന്നും കാണാം. ഇനി നിങ്ങളെ രജിസ്റ്റർ നമ്പറാണ് തെറ്റാതെ നിങ്ങൾ എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്താണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു 63540 6 അക്കായിരിക്കും നിങ്ങൾ മിക്കവാറും ഉണ്ടാവും. അപ്പോൾ അത് ഇൻ വേർഡ്സിൽ എഴുതണം, അക്കത്തിൽ എഴുതണം അല്ലേ. അപ്പോൾ 63504 ഉണ്ടോ, എഴുതണം. ഇനി അടുത്തതാ കോഡ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് തെറ്റാൻ പാടില്ല. അതാണ് ഏത്, നിങ്ങളുടെ ഇതിൻ്റെ ഏറ്റവും ഇവിടെ കാണാം കോഡ് ഉണ്ട്, നിങ്ങൾ ഇങ്ങനൊരു കോഡ് കാണാം, അത് കറക്റ്റ് ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, എത്രയാണ്, ZO357 റെഡി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് എഴുതണം. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇത്ര എഴുതാണ്ടാവുള്ളൂ. ഇതിന് ലാസ്റ്റ് എത്ര അഡീഷൻ ഷീറ്റ് നിങ്ങൾ വാങ്ങി, പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരു 5-6 അഡീഷൻ ഷീറ്റ് എഴുതി വാങ്ങി. അത് കറക്റ്റ് 5 6 ഇതാ കറക്റ്റ് ഇവിടെ എഴുതി കൊടുക്കുക. 6 അഡീഷൻ ഷീറ്റ് ഞാൻ ഇതിന് വാങ്ങിയിട്ടുണ്ട് റെഡി. പിന്നെ എന്താണ് ഡേറ്റ് ഓഫ് ഇൻവിജിലേറ്റർ, ഇതൊക്കെ ടീച്ചർ ചെക്ക് ചെയ്യും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വെച്ചിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ശരിയാണോ, കാര്യങ്ങളൊക്കെ നോക്കും. സബ്ജക്റ്റ് എഴുതി റെഡിയാണോ ഒക്കെ നോക്കിയിട്ട് അവസാനം ഇൻവിജിലേറ്റർ എന്ത് ചെയ്യും, ഇവിടെ ഒപ്പിട്ട് തരും. ഇത്രയും പരിപാടി സെറ്റായി നിങ്ങളുടെ ഫ്രണ്ട് ഷീറ്റ് റെഡിയായി. നിങ്ങൾ ഏറെക്കുറെ നിങ്ങളുടെ പകുതി ഭാഗം സെറ്റായെന്ന് വിചാരിക്കാം. ബാക്കി നിങ്ങൾ പഠിച്ച് പരീക്ഷ. ഓക്കെ, അപ്പോൾ ഇത് തെറ്റിയാൽ നമ്പർ പോലെ രജിസ്റ്റർ നമ്പർക്ക് അങ്ങോട്ടും തെറ്റിയാൽ പണി കംപ്ലീറ്റ് പാളും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. ഫോർ മോർ ഫോളോ ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും കൺസേൺ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.